പാലോ പാലോ നല്ല നടപ്പാലം, അച്ഛന്റെ കൈയും പിടിച്ച് നടക്കണ നേരം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പപ്പയന് ഒരു പാലം കാണാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ കൂടെ അൽജോ വരുന്നുണ്ട്. അപ്പൊ അവൻ അവിടെ നിപ്പണ്ടെന്നാണ് പറഞ്ഞത്. വേണ്ട നമ്മുടെ അൽജോ. ഹലോ ഗായ്സ്, അൽജോ ഞാനും കോട്ടും എടുത്തു, അൽജോ 2 കോട്ടും എടുത്തു. എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? എനിക്കോ? ഞാൻ എന്നെ പറയാനായിട്ടേ 2 കോട്ട് എടുത്തു. കുഴപ്പമില്ല, ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടോ. ഓക്കെ. മഴ തുടങ്ങിയിരിക്കുകയാണ്. കോട്ട് ഇട്ടേക്കാം. ഈ പള്ളി നമ്മുടെ നീലുവേലിൽ നിന്നും തടിയമ്പാട് പോകുന്ന റൂട്ടിലുള്ള ഒരു പള്ളിയാണ്. കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഗായ്സ്, നമ്മള് അങ്ങനെ ആ പാലത്തിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നല്ല വൈബാണ്. വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ട്. തൊടുപുഴ ചേലത്തോട് തീരെ കുറവാന്ന് തോന്നുന്നു. നല്ല ഒഴുക്കത്തുള്ളപ്പോ അടിപൊളിയായിരിക്കും. അതായത് നെറ്റൊന്നുമില്ല. നല്ല വ്യൂ, കിടിലൻ വ്യൂ കേട്ടോ. ആളുകൾക്ക് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പെരിയാറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറമായിട്ട് ഒരു വലിയ കെട്ട് പോലെയൊക്കെ കണ്ടു. അതൊരു പാലത്തിൻ്റെ പോലെയാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ കെട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് പണ്ട് ഏതോ ഒരു പാലം അതിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഹലോ ഗായ്സ്, നമ്മുടെ ചേലത്തോടിന് അടുത്തുള്ള പാലത്തിലാണ് വന്നിരിക്കുന്നത്. പെരിയാർ പാലം അടിപൊളിയാണ്. നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു രക്ഷയില്ല. നല്ല വ്യൂ ആണ്. മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൈബ് തന്നെ കിട്ടിയേനെ. വെള്ളം ചന്നം പിന്നൊക്കെ ഒഴുകി പോകുന്ന ആ കാഴ്ച കാണാൻ തന്നെ വളരെ രസമാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട്. അവിടെയായിട്ട് ചായയൊക്കെ കുടിച്ച് വൈബായിട്ട് പോകാം. ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അധികം ആളുകളൊന്നും വരുന്നില്ല. കാരണം ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്കി വഴിയാണ്. വലിയ മലകളും കുന്നുകളും ഒക്കെയാണ് റോഡിന്റെ ഇരു ഭാഗങ്ങളിലും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ പാലമാണ്. ഇതിന്റെ അടിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല വൈബായേനെ. പക്ഷെ ഞങ്ങൾ അടിയിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം സേഫ്റ്റി മുഖ്യം ബിഗിലേ. നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം നമ്മളിവിടെ വന്നതിന്റെ അടിയിലൂടെയൊക്കെ ഇറങ്ങി ആ പാറയിലൂടെയൊക്കെ പോയി നടന്ന് നമ്മൾ വീഡിയോ പിടിക്കുന്നതായിരിക്കും. ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ആ പാറയാണ്. പുല്ലുകളാൽ അലങ്കരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു പാറ. യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് പുതിയൊരു യാത്രാ വീഡിയോയുമായി കാണാം ഗായ്സ്. ബൈ.